ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. യെസ്, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. മിസ്സിന്റെ പേര് രേഷ്മ എന്നാണ്. മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 പാഠം 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു പോകാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അഥവാ സാധ്യതകളുടെ ഗണിതം, അല്ലേടാ, ചാൻസ് അഥവാ സാധ്യതകളെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഈ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണല്ലേ. ഇത്രയേ ഉള്ളൂ. മിസ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. മിസ്സിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കോയിൻ ഉണ്ട്. ആ കോയിൻ മിസ് ടോസ് ചെയ്യുവാണ്. ഓക്കെ, ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വീഴാനാണ് സാധ്യത? ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് വീഴും? ടെയിൽ വീഴും. അല്ലെങ്കിൽ എന്താ വീഴുന്നത്? ഹെഡ് വീഴും, അല്ലെ? വേറെ എന്തെങ്കിലും കോയിൻ ടോസ് ചെയ്താൽ വീഴുമോ? ഇല്ല, ഒന്നില്ലെങ്കിൽ ഹെഡ് ഓർ ടെയിൽ ആണല്ലോ. യെസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുവാണ്, മിസ് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കുവാണ്, മിസ് ഇതിൽ എന്താണ് ടെയിൽ വീഴാനായുള്ള സാധ്യത എത്രയാണ്, അല്ലെങ്കിൽ ടെയിൽ വീഴാനായുള്ള ചാൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ്? ഇവിടെ ടെയിൽ എത്ര തവണ വീഴും? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒരു തവണയല്ലേ, ഒരു ടെയിലല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുന്നു 1, അല്ലെ? ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിൽ. ഓക്കെ, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ടെയിൽ, ടെയിൽ വീഴാനായുള്ള സാധ്യതയാണ് പറയുന്നത്. ടെയിൽ ആകെ ഒരു തവണയെ വീഴത്തുള്ളൂ, അല്ലെ? ഒരു തവണ ഒരു ടെയിലേ ഉള്ളൂ നമ്മൾക്ക്, അല്ലെ? ഒരു കോയിന്റെ ടോസ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഹെഡ്, ഒരു സൈഡിൽ ടെയിൽ. അപ്പോൾ ടെയിൽ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഡിവൈഡഡ് ബൈ ഇവിടെ ആകെ സാധ്യത ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴും, അല്ലെങ്കിൽ ടെയിൽ വീഴും. അപ്പൊ അവിടെ എത്ര സാധ്യതയുള്ളൂ? ഓൺലി 2, അല്ലെ? 2 സാധ്യത, 2 ചാൻസേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1/2 എന്നാണ് ടെയിൽ വീഴാനായുള്ള സാധ്യതയെ എഴുതുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. മിസ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ടെയിൽ വീഴാനായുള്ള സാധ്യത ചോദിച്ചു. അപ്പോൾ ടെയിൽ എത്ര തവണ വീഴും? ഒരേ ഒരു തവണ മിസ് ടോസ് ചെയ്യുന്നുള്ളൂ. 1 ഡിവൈഡഡ് ബൈ അവിടെ ആകെ സാധ്യത ഒന്നില്ലെങ്കിൽ ടെയിൽ വീഴാം, അല്ലെങ്കിൽ ഹെഡ് വീഴാം. ഓക്കെ, അപ്പൊ അവിടെ എത്ര സാധ്യതയുള്ളൂ? 2 ചാൻസ് ഉള്ളൂ, ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളോട് ചോദിക്കുവാണ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഓക്കെ, മിസ് ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ അവിടെ ഹെഡ് വീഴാനായുള്ള സാധ്യത, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ വരാനായുള്ള സാധ്യത ഇവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴും, അല്ലെങ്കിൽ ടെയിൽ വീഴും. ഇവിടെ ഹെഡ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എത്രയാണ്? 2 തന്നെയാണ്, അല്ലേ? ഒന്നില്ലെങ്കിൽ ഹെഡ്, അല്ലെങ്കിൽ ടെയിൽ. 1/2. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്താണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ചാൻസ് എഴുതുമ്പോൾ എന്താണോ ചോദിച്ചിരിക്കുന്ന സാധ്യത, അനുകൂല സാധ്യത അല്ലെങ്കിൽ ഫേവറബിൾ ഔട്ട്കം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താ എഴുതുന്നത്? ടോട്ടൽ ഔട്ട്കം, ആകെ സാധ്യത. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ ഔട്ട്കം, അല്ലെ? ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ ചാൻസ് എന്നെല്ലാം പറയും. ഈ ചാൻസിന് പകരം പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി നമ്മൾ എന്താണ് കണ്ടിട്ടുണ്ടല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും ചാൻസ് എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. ഓക്കെ, സാധ്യത എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ ടെയിൽ വീഴാനായുള്ള സാധ്യത എഴുതി 1/2 ആൻഡ് ഹെഡ് വീഴാനായുള്ള സാധ്യതയും എഴുതി 1/2. ഇത് നോക്കിക്കേ, 1/2 പ്ലസ് 1/2, അല്ലെ? 1/2 പ്ലസ് 1/2 എത്രയാ വരുന്നത്? 1 അല്ലേ നമുക്ക് കിട്ടുന്നേ? അര പ്ലസ് അര 1. അപ്പോ എപ്പോഴും സാധ്യത അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് 1 മാക്സിമം വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ചാൻസ് ഈസ് ഓൾവേസ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അല്ലെ? 1 1ൽ താഴെയോ ആയിരിക്കും. 1ൽ കൂടിയാൽ നമുക്ക് എന്താ? ഉത്തരം തെറ്റാണ്. നമുക്ക് സാധ്യത എപ്പോഴും 1 വരെ മാക്സിമം വരത്തുള്ളൂ. ഇവിടെയും കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കിക്കേ, 2 പേരെയും കൂട്ടിയാലും മാക്സിമം നമുക്ക് എത്ര വരെ വരത്തുള്ളൂ? 1 വരെ വരത്തുള്ളൂ. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ചാൻസ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് എഴുതാം, അല്ലെ? എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് മേളിൽ എഴുതാം. ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ ആകെ സാധ്യത, ടോട്ടൽ ചാൻസ് എഴുതുന്നു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ചാൻസ് അഥവാ സാധ്യത ഈസ് ഈക്വൽ ടു എന്താണ്? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, അല്ലെങ്കിൽ അനുകൂല സാധ്യത ഡിവൈഡഡ് ബൈ ആകെ സാധ്യത. ചാൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, അല്ലെ? ചാൻസ്, സാധ്യത എപ്പോഴും 1 1ൽ കുറവോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സാധ്യത അല്ലെങ്കിൽ ചാൻസിനെ പറ്റി ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള
ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഐഡിയ കിട്ടി എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് കടക്കാം. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഐഡിയ ഒന്നുകൂടി ഒന്ന് പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. യെസ്, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ ബോക്സ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഓക്കെ, ഒരു ബോക്സിൽ 6 കറുത്ത പന്തുകളും 4 വെളുത്ത പന്തുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ബോക്സ് ഒന്ന് വരച്ചു നോക്കാം. യെസ്, മിസ് ഒരു ബോക്സ് വരക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിൽ ബ്ലാക്ക് ബോൾസ് എത്രണ്ണ ഉള്ളത്? ബ്ലാക്ക് 6 ആണുള്ളത്. ഓക്കെ, ആൻഡ് വൈറ്റ് എത്ര ബോൾസ് ഉണ്ട്? വെള്ളപ്പന്തുകൾ എത്ര എണ്ണമുണ്ട്? 4 എണ്ണമുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്. ഓക്കെ, ഈ ഒരു ബോക്സിൽ നിന്നും മിസ് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ്സ് ബീങ് ബ്ലാക്ക് അല്ലേ? ഈ ഒരു ബോക്സിൽ നിന്നും മിസ് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോൾ കിട്ടാനായുള്ള ചാൻസ് അല്ലെ, കറുത്ത പന്ത് കിട്ടാനായുള്ള അല്ലെങ്കിൽ ലഭിക്കാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക്? ഓക്കെ, യെസ്, ബ്ലാക്ക് പന്ത് കിട്ടാനായുള്ള സാധ്യത കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എന്താ വൈറ്റ് ബോൾ കിട്ടാനായുള്ള സാധ്യതയും കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ, നല്ല ഈസി ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ. എന്താ ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നെ കഴിയും. ഇവിടെ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? നമ്മൾക്ക് ബ്ലാക്ക് 6 എണ്ണം ഉണ്ട്, വൈറ്റ് 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ബോക്സിനകത്ത് ആകെ മുഴുവനായും എത്ര ഉണ്ടടാ ടോട്ടൽ ബോൾസ്? 6 + 4 10 പന്തുകളാണ് ആകെ ഉള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് അല്ലെ, ബ്ലാക്ക് ബോൾ കിട്ടാനായുള്ള സാധ്യത. ഞാനപ്പോ ഈ ബോക്സിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ ബ്ലാക്ക് കിട്ടാനായുള്ള സാധ്യത. ബ്ലാക്ക് എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 6 എണ്ണം അല്ലെ. 6 കൂടുതൽ കിട്ടോ? ഇല്ല, അവിടെ 6 എണ്ണമേ ഉള്ളൂ അല്ലെ. മാക്സിമം നമുക്ക് 6 ബ്ലാക്ക് പന്ത്, കറുത്ത പന്ത് വരെയും കിട്ടും. ഓക്കെ, അപ്പോ ബ്ലാക്കിന്റെ എണ്ണം എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ എപ്പോഴും ഡിനോമിനേറ്ററിൽ എന്താ എഴുതുന്നത്? ടോട്ടൽ ചാൻസസ്, ആകെ സാധ്യത. ഇവിടെ ആകെ എത്ര പന്ത് കിട്ടാനാണ് സാധ്യത? 10 ബോളുകളാണല്ലേ ആ ബോക്സിലുള്ളത്. സോ ഡിവൈഡഡ് ബൈ ആകെ സാധ്യത എന്ന് പറയുമ്പോൾ 10 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈറ്റ് കിട്ടാനായുള്ള സാധ്യത നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. എന്താണ് വൈറ്റ് ബോളിന്റെ എണ്ണം? 4 ഡിവൈഡഡ് ബൈ ആകെ പന്ത്, ആകെ സാധ്യത എത്രയാണ്? 10. ക്ലിയർ ആണല്ലോ? ഇത് നമുക്കൊന്ന് ചെറുതാക്കാം അല്ലെ, ചെറിയൊരു ടേമിലേക്ക് മാറ്റാം. നോക്കാം, 6 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നതും 2ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. ഇരട്ട സംഖ്യയാണ്, കാണുമ്പോൾ തന്നെ അറിയാം, ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോ 6 എന്ന് പറയുന്നത് 3 × 2 ആണ്. 10 എന്ന് പറയുന്നത് 5 × 2 ആണ് അല്ലെ. ഈ 2 ക്യാൻസൽ ആയാൽ നമുക്ക് 3/5 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? അതുപോലെ 4/10നെ നമുക്ക് ചെറുതാക്കാലോ. 4 എന്നുള്ളത് 2 × 2 ഡിവൈഡഡ് ബൈ 10 5 × 2. 2 ക്യാൻസൽ ആയി 2/5 എന്ന് ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ? പിന്നെ ഒരു കാര്യം മിസ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ചാൻസ് എപ്പോഴും 1 or 1 കുറവോ ആയിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതില് 3/5 പ്ലസ് 2/5 നോക്കിക്കേ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 3 + 2/5 ദാറ്റ് ഈസ് 5/5. എത്ര വന്നു? 1. കറക്റ്റ് അല്ലേ? ചാൻസ് എപ്പോഴും 1 or 1 കുറവായിരിക്കും. ഇവിടെ നോക്കിക്കേ, മാക്സിമം നമുക്ക് ചാൻസ് വരുന്നത് എത്രയാ? 1 അപ്പൊ ക്ലിയർ ആയാലോ? ഏകദേശം ഒരു ഐഡിയ വന്നല്ലോ എങ്ങനെയാണ് ചാൻസ് സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. എന്താണോ ചോദിച്ചിരിക്കുന്നത് ഡിവൈഡഡ് ബൈ ആകെ സാധ്യത അല്ലെ, ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ ചാൻസസ് ആണ് എഴുതുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, അപ്പോ ചാൻസിന്റെ ഫസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അതാ വന്നല്ലോ ക്വസ്റ്റ്യൻ. എന്താണ്? ഒരു ഫിഗർ തന്നിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഞാൻ കണ്ണും അടച്ചിട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ പാർട്ട് നോക്കിക്കേ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഗ്രീൻ കളർ പാർട്ടിൽ ആ കുത്ത് വീഴാനായുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഫിഗർ എന്ന് പറയുന്നത് നോക്കിക്കേ, എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിൻ ദി മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. എന്താണ്? ഒരു വലിയൊരു സ്ക്വയർ ഉണ്ടായിരുന്നു അല്ലെ, ആ യെല്ലോ കളറിൽ കാണുന്ന വലിയൊരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. അവരുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചപ്പോൾ മറ്റൊരു സ്ക്വയർ, മറ്റൊരു സമചതുരം കിട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആ മിഡ് പോയിന്റ്സ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന അല്ലെ ആ ഗ്രീൻ കളറിൽ പാർട്ടിൽ കുത്ത് വീഴാനായുള്ള, ഒരു കണ്ണും അടച്ചിട്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളറിൽ വരുന്ന പാർട്ടിൽ കുത്ത് വീഴാനായുള്ള സാധ്യതയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, യെസ്.
അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ തുല്യമായി ഭാഗിക്കാൻ സാധിക്കുമോ, ഈക്വലായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നമുക്ക് ഈ ഒരു ഫിഗർ തുല്യമായി ഭാഗിക്കാൻ പറ്റാവുന്ന ഒരു ഫിഗർ ആണല്ലേ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമുക്ക് ആ സ്ക്വയർ ഒന്ന് വരക്കാം. യെസ്, അപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ്സ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് മറ്റൊരു സ്ക്വയർ നമ്മൾക്ക് കൺസിഡർ ചെയ്ത്. യെസ്, ദാ ഇവരുടെ മിഡ് പോയിന്റ്സ് വെച്ച് ജോയിൻ ചെയ്തു. ഓക്കെ, മറ്റൊരു സ്ക്വയർ കിട്ടി. ഈ അകത്ത് വരാനായുള്ള അല്ലെ, ഈ ഒരു സ്ക്വയറിന്റെ അകത്ത് വരാനായുള്ള ഒരു കുത്ത് കിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയറിനകത്ത് കുത്ത് വീഴാനായുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ഫിഗർ തുല്യമായി ഭാഗിക്കാൻ പറ്റുന്നതാണോ, ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ നോക്കാം. നോക്കിക്കേ, ഇവരുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? എന്താണ്? എതിർമൂലകൾ തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ദാ മിസ് ദാ ഈ രണ്ട് എതിർമൂലകൾ തമ്മിൽ യോജിപ്പിച്ചു. അതുപോലെ തന്നെ ദാ ഈ ഓപ്പോസിറ്റ് സൈഡ്സ് വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഒന്ന് നോക്കിക്കേ, 1 2 3 4 5 6 7 8 8 തുല്യ ത്രികോണങ്ങളായിട്ട് കിട്ടിയല്ലോ. മിസ്സിന്റെ ചെറിയൊരു വളവൊക്കെ ഉണ്ട് അല്ലെ, നിങ്ങൾ കറക്റ്റായിട്ട് വരക്കുമ്പോൾ കറക്റ്റായിട്ട് ജസ്റ്റ് മിസ് ഒരു റഫ് ഫിഗർ വരച്ചാ കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് എന്താ തുല്യമായി തന്നെ കിട്ടും. എന്താണ്? 1 2 3 4 5 6 7 8. നോക്കിക്കേ, 8 ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ, 8 തുല്യ ത്രികോണങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു ത്രികോണത്തിനകത്ത് ഈ ഒരു സ്ക്വയറിനകത്ത് കുത്ത് വീഴാനായുള്ള സാധ്യത ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് എത്ര ത്രികോണങ്ങൾ വരുന്നുണ്ട്? 1 2 3 4 4 പേരല്ലേ വരുന്നത്. അപ്പോൾ ചാൻസ് എങ്ങനെയാ എഴുതാ? ചാൻസ് സാധ്യത ഈസ് ഈക്വൽ ടു അല്ലെ, ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഷെയ്ഡഡ് പോർഷൻ അല്ലെ, ഷെയ്ഡഡ് പോർഷനിൽ അതായത് ഇവിടെ സാധ്യത, ഇവിടെയാണ് കുത്ത് വീഴാനായുള്ള സാധ്യത ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര തുല്യ ത്രികോണങ്ങളുണ്ട്? 1 2 3 4 4 ഡിവൈഡഡ് ബൈ എപ്പോഴും ഡിനോമിനേറ്ററിൽ എന്താ എഴുതുന്നത്? ആകെ സാധ്യത, ടോട്ടൽ ചാൻസസ്. ഇവിടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്? എത്രയാ? നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ, 8 ത്രികോണങ്ങൾ വന്നിട്ടുണ്ട്. 4/8. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. ഈ 4/8 നമുക്ക് ചെറുതാക്കാലോ. 1 × 4 ആണ് 4, 2 × 4 ആണ് 8. ഈ രണ്ട് 4ഉം ക്യാൻസൽ ചെയ്തു. നമുക്ക് എത്ര വന്നു? 1/2 വന്നു. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ എപ്പോഴും ഫിഗേഴ്സ് ക്വസ്റ്റ്യനിൽ തരുമ്പോൾ ഫിഗേഴ്സ് തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ, ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സുഖമായി തന്നെ, ഇപ്പോൾ കണ്ടില്ലേ, ഒരേ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ ആൻസറിലേക്ക് എത്തി. ഇനി ഒരു ക്വസ്റ്റ്യൻ വെറുതെ ചോദിക്കുവാണ്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനായുള്ള സാധ്യത നമുക്കൊന്ന് നോക്കാം. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പുറത്ത് കിടക്കുന്ന ഭാഗമാണല്ലേ. അത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 1 2 3 4. അതും 4 തന്നെ ഉണ്ടല്ലേ. അപ്പോൾ 4 ടോട്ടൽ ട്രയാങ്കിൾസ് എത്രയുണ്ട്? 8 അല്ലെ. ഇതും എത്ര തന്നെ വന്നു? 1/2. ചോദിച്ചിട്ടില്ല, മിസ് വെറുതെ ഒന്ന് പറഞ്ഞതാണ് അല്ലെ. നമുക്കപ്പോൾ ഫിഗേഴ്സ് തന്നാൽ അത് തുല്യമായി ഭാഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഭാഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ ആണല്ലോ. തുല്യമായി ഭാഗിക്കാം, നേരെ നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം, ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയും നോക്കി, അര പ്ലസ് അര, ടോട്ടൽ ചാൻസ് മാക്സിമം ചാൻസ് എത്രയിലേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. അപ്പോൾ ഫിഗർ തന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഒരു മോഡൽ ചെയ്തായിരുന്നു. ഇനി തുല്യമായി ഭാഗിക്കാൻ കഴിയാത്ത ഫിഗർ വന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. നന്നായി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്